കണ്ണൂരിൽ കെ സുധാകരന്റെ ഒരു വിശ്വസ്തനായിരുന്നു സണ്ണി ജോസഫ്. ഇപ്പോഴും അതെയല്ലോ, ഇന്ന് തെളിയിക്കപ്പെട്ടില്ലേ ഒരിക്കൽ കൂടി? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓൾവേസ് ഐ ആം, ഈസ് മൈ ലീഡർ. KPCC അധ്യക്ഷനായി നിയമിതനായ സണ്ണി ജോസഫ് മീഡിയ വണിനൊപ്പം ചേരുകയാണ്. ആദ്യം തന്നെ അഭിനന്ദനങ്ങൾ. താങ്ക് യു സുനിൽ. പ്രതീക്ഷിച്ചിരുന്നോ ഇങ്ങനെ ഒരു KPCC അധ്യക്ഷ പദവി? ചിലരൊക്കെ ചെറിയ സൂചന വന്നിരുന്നു. 2001 കെ സുധാകരൻ കണ്ണൂർ DCCയുടെ അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ പകരം വന്നത് താങ്കളാണ്. ഇപ്പോൾ ഒരു വിധി വൈപരീത്യം പോലെ അല്ലെങ്കിൽ ഒരു ചരിത്ര നിയോഗം പോലെ എന്ന് പറയാം അല്ലേ? സുധാകരൻ KPCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഒഴിയുമ്പോൾ അങ്ങ് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് വരുന്നു. എന്താണ് ഏറ്റവും ആദ്യം മുന്നിലുള്ള വെല്ലുവിളികൾ? കേരളത്തിലും ദേശീയ തലത്തിലും കോൺഗ്രസ് വലിയ വെല്ലുവിളികൾ നേരിടുന്നുണ്ട്. രണ്ട് ഗവൺമെൻറ്റുകളുടെയും ജനവിരുദ്ധ നയങ്ങൾ തുറന്നു കാട്ടുക. കേരളത്തിലേക്ക് വരുമ്പോൾ 2 ഇലക്ഷനുകളുടെ ഒരു വർക്കാണ് നമുക്ക് ആവശ്യം. 2025 തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങൾ ആരംഭിച്ചു. അതിനെ കൂടുതൽ ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുക, UDFനെ ശക്തിപ്പെടുത്തുക. അപ്പോൾ തന്നെ ഒരു ടീം വർക്കിൻ്റെ ആവശ്യം മനസ്സിലാക്കിക്കൊണ്ടാണ് AICC ഈ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. UDFൻ്റെ കൺവീനറായിട്ട് അടൂർ പ്രകാശ് MP വന്നു. അതുപോലെ തന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്മാരായിട്ട് PC വിഷ്ണുനാഥ്, അതുപോലെ തന്നെ ഷാഫി പറമ്പിൽ, AP അനിൽകുമാർ, അങ്ങനെ കരുത്തുറ്റൊരു ടീമാണ്. അവരെല്ലാം ഒന്നിച്ച് മുതിർന്ന നേതാക്കന്മാരുടെ വലിയ പിന്തുണയുണ്ട്. കൂടെ ഒരു നല്ല ടീമുണ്ട് എന്നതാണ് അല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കരുത്തതാണ്. ടീമുണ്ട്, മുതിർന്നവരുടെ സപ്പോർട്ടുണ്ട്, യങ്സ്റ്റേഴ്സിൻ്റെ എല്ലാ ഊർജ്ജവും ഈ കൂടെയുണ്ട്. എല്ലാം കൂടി ചേർന്ന ഒരു നല്ല ടീമാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പാണ് മുന്നിലുള്ള ആദ്യത്തെ ടാസ്ക് എന്ന് എനിക്ക് തോന്നുന്നു. അത് ഈസി വാക്കോവർ. അവിടെ ഒരു UDF പ്രവേശനം കാത്ത് അൻവർ ഉണ്ട്. ഡിസ്കസ് ചെയ്ത് ഇപ്പോൾ തന്നെ അതിൻ്റെ ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും കെ സുധാകരൻ ഉൾപ്പെടെ അതിൻ്റെ 1ാം റൗണ്ട് ചർച്ച നടന്ന് ആ ചർച്ച അതിൻ്റെ തുടർ ചർച്ചകളുമായിട്ട് മുന്നോട്ട് പോകും. ഉചിതമായി തീരുമാനമെടുക്കും. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അൻവർ ഉണ്ടാവുമോ UDFനൊപ്പം? അങ്ങനെയാണ് ഞാൻ കരുതുന്നത്. അൻവർ എൻ്റെ നല്ല സുഹൃത്ത്, എന്നെ വിളിച്ചിരുന്നു. ഇപ്പോൾ കെ സുധാകരൻ KPCCയുടെ അധ്യക്ഷനായപ്പോൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം ഈ പാർട്ടിയെ ഒരു സെമി കേഡർ സ്വഭാവത്തിലേക്ക് എത്തിക്കുമെന്നാണ്. പക്ഷെ അത് എത്രത്തോളം വിജയിച്ചു എന്ന് ചോദിച്ചാൽ എത്ര കണ്ട് വിജയിച്ചു എന്നുള്ള ചോദ്യത്തിന് ഒരു അത്ര കൃത്യമായി അത് പൂർണ്ണമായ അർത്ഥത്തിൽ അത് വിജയിച്ചു എന്ന് പറയാനും കഴിയില്ല. അങ്ങനെ ഒരു ഉദ്ദേശമുണ്ടോ മനസ്സിൽ? സംഘടനാ ശാക്തീകരണം, അച്ചടക്കം, അത് വളരെ പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. അതിൻ്റെ പേരെന്തെന്ന് ഞാൻ വിളിക്കുന്നില്ല. കുറേ കൂടി സംഘടനയെ ശാക്തീകരിക്കുന്നതിനും സംഘടന ചിട്ടവട്ട നടപ്പിലാക്കുന്നതിനും പ്രവർത്തകരിലും നേതാക്കന്മാരിലും അച്ചടക്ക ബോധം ഉണ്ടാക്കുന്നതിനും പരിശ്രമിക്കുന്നതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ആ കോഴിക്കോട് കണ്ട കാഴ്ചയൊക്കെ പാർട്ടിയെ വലിയ തോതിൽ പൊതു ഇടത്ത് മോശമാക്കിയ ഒരു സംഭവമാണ്. അതായത് അത് കോൺഗ്രസിൻ്റെ ഒരു കൾച്ചർ എന്ന നിലയ്ക്കാണ് അങ്ങനെ ആയിരിക്കുന്നു. അതായത് ആളുകൾ ഇടിച്ചു കയറുക, ഈ നേതാക്കൾ വരുന്ന സ്ഥലങ്ങളിലേക്ക് ആളുകൾ ഇടിച്ചു കയറുക, ഒരു അനുസരണയില്ല, അടുക്കും ചിട്ടയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. അതിനൊക്കെ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവും? കോഴിക്കോട് ഒരു പാഠം തന്നെയാണ്. ഇപ്പോൾ തന്നെ KPCC അതിന് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. പല ഫംഗ്ഷനുകളും അതിന് ശേഷം കുറേ കൂടി അറേഞ്ച്ഡായിട്ട് സിസ്റ്റമാറ്റിക്കായിട്ട് അച്ചടക്കത്തിൽ തന്നെയാണ് പോകുന്നത്. അത് തിരുത്താൻ വേണ്ടിയിട്ടുള്ള തെറ്റുകൾ തിരുത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ നിലപാടുകളും സ്വീകരിക്കും. സണ്ണി ജോസഫ് സഭയുടെ നോമിനിയാണോ? കേരള നിയമസഭയുടെയാ? അല്ല, ക്രൈസ്തവ സഭയുടെ. ഒരു വിശ്വാസിയാണ്. ദാറ്റ് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല. സഭ പൊളിറ്റിക്സിൽ ഇടപെടുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ, വ്യക്തമാക്കിയിട്ടുണ്ട്. സഭാ നേതൃത്വം വ്യക്തമാക്കിയിട്ടുണ്ട്. ദീപികപത്രം ആദ്യശക്തമായിട്ടുള്ള എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. വക്താക്കൾ, KCBCയുടെ വക്താക്കൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. എനിക്കെല്ലാ സമുദായത്തിൻ്റെയും വിശ്വാസ സമൂഹത്തിൻ്റെയും സഭകളുടെയും പിന്തുണയുണ്ടാവും എന്ന് ഞാൻ പൂർണ്ണ വിശ്വാസിയാണ്. പ്രധാനമായും എനിക്ക് തോന്നുന്നു നിലമ്പൂർ കഴിഞ്ഞാൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന് തൊട്ട് പിന്നാലെ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ അധികാരത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയായിരിക്കില്ലേ അങ്ങയുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു? അതാണ് എൻ്റെ മുൻപിലുള്ള ദൗത്യം. AK ആൻ്റണി എന്നെ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, സണ്ണി, ഉളിക്കല്ലിൽ നിന്ന്, ഗ്രാമത്തിൽ നിന്നൊരു KPCC പ്രസിഡന്റ്, തെരഞ്ഞെടുപ്പ് വിജയമാണ് സണ്ണിയുടെ ചുമതല. ഞാൻ ഒറ്റയ്ക്കല്ല, എല്ലാ നേതാക്കന്മാരുടെയും പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാരുടെ അനുഗ്രഹത്തിൽ, സഹപ്രവർത്തകരുടെ പിന്തുണയിൽ, പ്രവർത്തകരുടെ പിൻബലത്തിൽ ഞങ്ങൾ മുന്നോട്ട് പോകും. അക്കാര്യത്തിൽ സംശയമില്ല. കണ്ണൂരിൽ കെ സുധാകരൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു സണ്ണി ജോസഫ്. ഇപ്പോഴും അതെയല്ലോ, ഇന്ന് തെളിയിക്കപ്പെട്ടില്ലേ ഒരിക്കൽ കൂടി? ആർക്കെങ്കിലും സംശയമുണ്ടോ? ഓൾവേസ് ഐ ആം, ഈസ് മൈ ലീഡർ. ഇപ്പോൾ നിലവിൽ MLA ആണ് പേരാവൂർ. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂരിൽ നിന്ന് മത്സരിക്കും. അത് പാർട്ടി തീരുമാനിക്കണം. എല്ലാവരുടെയും സ്ഥാനാർത്ഥിത്വം തീരുമാനിക്കേണ്ടത് പാർട്ടിയാണ്. പേരാവൂരിൽ എനിക്ക് ജനങ്ങൾ നല്ല സ്നേഹം നൽകുന്നുണ്ട്, പിന്തുണ നൽകുന്നുണ്ട്. അതൊരു KPCC അധ്യക്ഷൻ എന്ന നിലയ്ക്ക് എല്ലാം ലീഡ് ചെയ്ത് നിൽക്കുമോ? ഞാൻ മാത്രമല്ലല്ലോ,
ഞാൻ ഒറ്റയ്ക്ക് പോരല്ലോ, ഞാൻ മാത്രമല്ലല്ലോ, ടീം വർക്ക് ഉണ്ട്. അത് ഞാൻ ഒരു സംശയമായിട്ട് ചോദിച്ചു 1-2 പേരോട്. അന്നേരം അവർ പറഞ്ഞ് അതൊന്നും വിഷയമല്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. മത്സരിക്കാം, അത് മത്സരം തീരുമാനിക്കാനായിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും. അപ്പം ഇപ്പോഴത്തെ നിലയ്ക്ക് ആന്റോ ആന്റണി ചില അതൃപ്തിയൊക്കെ പരസ്യമാക്കി പറഞ്ഞിട്ടുണ്ട്. ഞാൻ കേട്ടില്ല, ഞാൻ ആൻ്റെ വിളിച്ചില്ല. ഐ വിൽ കോൾ ഹിം. എല്ലാവരും ഒന്നിപ്പിച്ചു കൊണ്ടുപോകും. ഓഫ് കോഴ്സ് വൈ നോട്ട്. അതിന് തന്നെയായിരിക്കും പ്രഥമ പരിഗണന. കോൺഗ്രസിനെ സംബന്ധിച്ച് എപ്പോഴും ഉണ്ടാകുന്ന ഒരു പ്രശ്നം, ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് പ്രയോറിറ്റി വിൽ ബി ഗിവൺ ടു യൂണിറ്റി. ഏറ്റവും ഒടുവിൽ ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ചില നേതാക്കൾ സുധാകരനെ ഇപ്പം മാറ്റേണ്ടതില്ല എന്നുള്ള തരത്തിലൊക്കെ അഭിപ്രായ പ്രകടനം നടത്തിയിരുന്നു. AICCയുടെ ഒരു കൺസിഡേർഡ് ഡിസിഷനാണ്. സുധാകരനെ വർക്കിംഗ് കമ്മിറ്റിയിലെ സ്ഥിരം ക്ഷണിതാവായിട്ട് നിയമിച്ചിട്ടുണ്ട്. അതും നല്ലൊരു അംഗീകാരം തന്നെയാണ്. അദ്ദേഹം അതിൽ ഹാപ്പിയാണ്. അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ കേട്ടല്ലോ. ഞാൻ വന്നതിൽ അദ്ദേഹം ഈസ് മോർ ഹാപ്പി ബിക്കോസ് ഐ ആം ദർ. ഓക്കെ, താങ്ക് യു. അപ്പോൾ KPCC അധ്യക്ഷനായിട്ട് നല്ല രീതിയിൽ ശോഭിക്കാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.